നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ കേരള ദേശീയ പണിമുടക്കായിരുന്നു. വലിയ തമാശയാണ്. ദേശീയം എന്ന് പറയുമ്പോൾ ഭാരതം മൊത്തമാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ആകുമ്പോൾ അത് കേരളത്തിലങ്ങ് ഒതുങ്ങുക. പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു ഹർത്താൽ മാതിരിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. മനഃപൂർവ്വം എന്താ പറയണ്ടേ, വിഷയങ്ങളുണ്ടാക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക, KSRTCയുടെ ചില്ല് തകർക്കുക, എന്നിട്ട് സ്ഥാപനങ്ങൾ ബലം പ്രയോഗിച്ച് അടയ്ക്കുക, കയ്യേറ്റം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളാണ് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ശീലം, അതുതന്നെ അവർ ചെയ്യത്തുള്ളൂ. പക്ഷേ അതിലൊക്കെ എന്താ പറയണ്ടേ, വ്യത്യസ്തമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങൾ തുറന്നും വാഹനങ്ങൾ ഓട്ടിച്ചും അന്ന് ജോലികൾ ചെയ്തുമൊക്കെ ആൾക്കാർ മുന്നോട്ട് പോയി. അത് വലിയൊരു മാറ്റം. നേരത്തെ അങ്ങനെ ചെയ്യും. പക്ഷേ എന്നിരുന്നാൽ പോലും കണ്ണൂരടക്കം ഓട്ടോ തൊഴിലാളികളെ മറ്റ് വാഹന ഉപജീവന മാർഗം നടത്തുന്നവരൊക്കെ അവരെ വാഹനവുമായിട്ട് അവർ റോഡിലിറങ്ങി. ഇപ്പോൾ ഇങ്ങനെയൊരു പണിമുടക്ക് തന്നെ ഈ ത്രിതല പഞ്ചായത്തൊക്കെ ഇലക്ഷനൊക്കെ വരുമല്ലേ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പണിമുടക്കമായിട്ട് ഈ ഇടതുപക്ഷം മുന്നിലോട്ട് വന്നത്. അത് അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം പൊളിഞ്ഞു പോയത്, പരാജയപ്പെട്ടു. ഭാരതത്തിൽ മുഴുവൻ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുക്കുമില്ലായിരുന്നു. നമ്മൾ ഇന്നലത്തെ എല്ലാ ചാനലുകളിലും അത് ലൈവ് വന്നതാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു സാധനമായി, അതും കേരളത്തിലും വിജയിച്ചില്ല. കാര്യം ഇടതുപക്ഷത്തിൻ്റെ പല പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു പണിമുടക്ക്, അത്രയേ ഉള്ളൂ, അല്ല ഒന്നുമില്ല അതിനകത്ത്. അവർക്ക് എങ്ങനെയും അടുത്ത ഈ വരുന്ന ത്രിതല പഞ്ചായത്തിൽ അവർക്ക് സീറ്റുകൾ പിടിക്കണം, അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. കാര്യം ആശാ വർക്കർമാരെ, മറ്റ് എന്താ പറയണ്ടേ, നമ്മുടെ ഇവർ അംഗനവാടി വർക്കേഴ്സ്, അത് തന്നെ അവർക്കൊരു 50 രൂപ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാത്ത ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. എന്നിട്ട് അവരിപ്പോൾ എന്തോ ഒരു വലിയ മിനിമം 26,000 രൂപ കൂലിയെന്നോ അങ്ങനെയൊക്കെ ചുമ്മാ ഒരു എന്താ പറയണ്ട, ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പണിമുടക്കൊക്കെ നടത്തുന്നതാണ് ദേശാഭിമാനിക്കകത്തൊക്കെ കാണുന്നത്, ദേശാഭിമാനിക്കകത്ത് കൈരളിക്കകത്തൊക്കെ. ഇവരിങ്ങനെ 2 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികൾ സംഘടിപ്പിക്കും, പൈസ പിരിവും, പിന്നെ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടും ഇതൊക്കെയാണ്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ പരിപാടി പൊളിഞ്ഞു. അത്യാവശ്യം നാണവും മാനവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാതിരിക്കുക. അല്ല, നാണവും മാനവും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കും. അന്നേരം മലയാളികളുടെ ഉള്ളിലും നിങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭീഷണിയും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ, നിങ്ങളുടെ വിരട്ടലും വിലവേശലും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും മലയാളികളും അത് മനസ്സിലാക്കി തുടങ്ങിയെന്ന് ഇടതുപക്ഷം മനസ്സിലാക്കുക. വരുന്ന ഇലക്ഷനുകളിലൊക്കെ ഇത് തെളിവാകും. ഓക്കെ, ഇത്രയും പറയണമെന്ന് തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.